ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ മുതുകാടും മാജിക് പ്ലാനറ്റും അതിനകത്തെ കാര്യങ്ങളെപ്പറ്റി പരാതി പറഞ്ഞവരെക്കുറിച്ചുമുള്ള വിവാദങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇന്നും ചൂടുവാർത്തയായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ മറുനാടൻ മലയാളി ചാനൽ ഉടമ ഷാജൻ സക്രിയ തൻ്റെ ചാനലിലൂടെ ഈ വിവാദങ്ങൾക്ക് ഉറവിടമായ മാജിക് പ്ലാനറ്റും അവിടുത്തെ കുട്ടികളെയും അമ്മമാരെയും നേരിട്ട് കാണുവാനും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെയും മറ്റും കണ്ട് കാര്യങ്ങളുടെ നിജസ്ഥിതി അറിയുവാനും നേരിട്ട് കണ്ട് മനസ്സിലാക്കുവാനും അത് ജനങ്ങളിലേക്ക് എത്തിക്കുവാനും വേണ്ടി ഇന്നലെ അവിടവും അതിനോട് അനുബന്ധിച്ച സ്ഥാപനങ്ങളും സന്ദർശിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ചില കാഴ്ചകളും അവിടുത്തെ കുട്ടികളെയും കുട്ടികളുടെ അമ്മമാരെയും നേരിട്ട് കണ്ട് അവരോട് കാര്യങ്ങൾ തിരക്കുന്നതുമായ വീഡിയോയാണ് എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അദ്ദേഹത്തിന്റെ വീഡിയോയുടെ കുറച്ച് ഭാഗം ഒന്ന് കണ്ടു നോക്കാം. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ചില ആരോപണങ്ങളുണ്ട്. ഗോപിനാഥ് മുതുകാട് എന്ന മജീഷ്യൻ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പേരിൽ ചില തട്ടിപ്പുകൾ നടത്തുന്നു എന്ന ആരോപണം. നമുക്ക് ചോദിക്കാം, എന്താണ് മാജിക് പ്ലാനറ്റ്, എന്താണ് ഡിഫറൻറ്റ് ആർട്ട് സെന്റർ, എത്ര കോടി രൂപയുടെ തിരിമറിയാണ് നടക്കുന്നത്? ഭിന്നശേഷി കുട്ടികളെ മുമ്പിൽ കാട്ടിക്കൊണ്ട് പഴയ ഭിഷാടക മാഫിയയെ പോലെ ഗോപിനാഥ് മുതുകാട് തടിച്ചു കൊടുക്കുകയാണോ? അന്വേഷിക്കാം. ഒരു വഴിക്ക് പരാതിക്കാരി അത് പറഞ്ഞ് അതിന് കൂടുതൽ തെളിവുകൾ നിരത്തി ഉറച്ചു നിൽക്കുമ്പോൾ ഇങ്ങേ സൈഡിൽ മുതുകാട് സംസാരിച്ച മറ്റൊരു വീഡിയോയും പുറത്തു വന്നു. കുറെയെങ്കിലും ജനങ്ങളിൽ മുതുകാടിനെ പറ്റിയും മാജിക് പ്ലാനറ്റിനെ കുറിച്ചും സംശയങ്ങൾക്ക് ഇടം നൽകിയിരുന്നു. ഒരുപക്ഷെ ഷാജൻ സക്രിയ എന്ന മാധ്യമ പ്രവർത്തകനിലൂടെ ഈ വാർത്ത പുറത്തു വരുമ്പോൾ ജനങ്ങളിലേക്ക് കുറച്ചെങ്കിലും ഈ പ്ലാനറ്റിനെ പറ്റിയുള്ള തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാറാൻ ഒരളവ് വരെ സഹായകരമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഷാജൻ സക്രിയ ഈ മാജിക് പ്ലാനറ്റിൻ്റെ ചെറു വിവരണമാണ് ഇനി നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. അതായത് മാജിക് പ്ലാനറ്റ് എന്താണെന്നും അവിടുത്തെ ഇപ്പോൾ വിവാദത്തിലായ സ്ഥലം ഏതാണെന്നും ഷാജൻ സക്രിയ നിങ്ങളോട് വിശദീകരിക്കുന്ന രംഗമാണ് അടുത്തത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഡിഫറൻറ്റ് ആർട്ട് സെന്ററിന്റെ മുമ്പിലാണ്. അതായത് മാജിക് പ്ലാനറ്റിന്റെ ഭാഗം എന്ന് വേണമെങ്കിൽ പറയാം, എന്നാൽ വ്യത്യസ്തമായ എൻറ്റിറ്റിയാണ്. ഡിഫറൻറ്റ് ആർട്ട് സെന്റർ ആണ് വാസ്തവത്തിൽ ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തന മേഖല. അതാണ് വിവാദത്തിലായിരിക്കുന്നത്, അല്ലാതെ മാജിക് പ്ലാനറ്റ് അല്ല. ഇതാണ് എംപവർ സെന്റർ. അതായത് മാജിക് പ്ലാനറ്റിന്റെ ആദ്യത്തെ എക്സ്റ്റൻഷൻ ഭിന്നശേഷിക്കാരായ കുട്ടികളെ എംപവർ ചെയ്യുന്നതിന് വേണ്ടി തുടങ്ങിയതാണ്. ഇവിടെ തുടങ്ങി പരിശീലനം കിട്ടി കലാകാരന്മാരായ കുട്ടികൾ പലരും പ്രതിഫലം വാങ്ങി മനോഹരമായി ജീവിക്കുന്നുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യം കൂടി അംഗീകരിക്കട്ടെ. അങ്ങനെയുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എംപവർ സെന്ററിലൂടെ തുടക്കമിട്ട് മാജിക്കൽ കലാകാരന്മാരെ മാറിയിരിക്കുന്ന വിഷ്ണുവും ശ്രീലക്ഷ്മിയും നമുക്കവരെ കാണാം. അപ്പോൾ ശരിക്കും ജനങ്ങൾക്ക് ഇന്നും എന്തൊക്കെയാണ് നടക്കുന്നതെന്നും ഈ മാജിക് പ്ലാനറ്റ് എന്താണെന്നും വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നില്ല. ഷാജൻ സക്രിയയുടെ ഈ വർത്തമാനത്തിലൂടെ നിങ്ങൾക്കെല്ലാം അത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അത് കഴിഞ്ഞ് ഈ എംപവർ സെന്ററിൽ ഏറ്റവും ആദ്യം വന്ന കുട്ടികളായ വിഷ്ണുവും ശ്രീലക്ഷ്മിയും മാജിക്ക് പഠിച്ച് അവിടെയും പുറത്തും വിദേശ രാജ്യങ്ങളിലുമൊക്കെ പരിപാടി അവതരിപ്പിക്കാൻ പോകുന്നുണ്ട്. അവിടുന്ന് ശമ്പളം കൈപ്പറ്റുന്ന വ്യക്തികളാണെന്ന് ഇതിനകത്ത് മറുനാടൻ പറയുന്നു. അതായത് വിഷ്ണുവും ശ്രീലക്ഷ്മിയും എന്ന ആദ്യ വിദ്യാർത്ഥികളായിരുന്നവരും അവരുടെ മാതാപിതാക്കളും അതായത് അമ്മമാരും കൂട്ടത്തിലുണ്ട്. അവരെ കണ്ട് ഷാജൻ സക്രിയ സംസാരിക്കുന്നതാണ് അടുത്തൊരു ഭാഗം. അപ്പോൾ നമുക്കതൊന്ന് കാണാം. ഹലോ, ഓർമ്മയുണ്ടോ? ഞാൻ നേരത്തെ വന്നിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? ഹലോ വിഷ്ണു, സുഖമായിരിക്കുന്നു. വിഷ്ണു അമ്മയാ, പേരെങ്ങനെയാ? ദീപ. ഇവൻ ഇവിടെ വരുമ്പോഴത്തെ സ്ഥിതി എങ്ങനെയാ? വരുമ്പം എല്ലാം വലിച്ചെറിയണം, ദേഷ്യവും ഇതൊക്കെ ആയിരുന്നു. ആണോടാ? മാജിക്കാണോ? ചെണ്ടയും കൊട്ടും. അപ്പൊ നമ്മള് ചെണ്ട കൂട്ടും നമ്മൾ കാണിക്കാം. ചെറു കഴിയുമ്പോ ചെണ്ട കൂട്ടുന്നത് കാണിക്കൂല്ലേ? മാജിക്കും ചെണ്ടയും അല്ലേ? മാജിക്കാണ്. അപ്പൊ ഇത് പറഞ്ഞ ഇവന്റെ മാജിക്കിനോട് പ്രതിഫലം കിട്ടാറുണ്ടോ? മാസം സാലറി കിട്ടും. അതുപോലെ ഇവിടെ കാണുമ്പോ മാസം സാലറി കിട്ടുന്നുണ്ട്. കോവിഡിന് മുടങ്ങിയില്ല. കോവിഡിന് സാർ മാസം അക്കൗണ്ടിൽ വരുമായിരുന്നു. അതേപോലെ മാസം കിറ്റ് വീട്ടിലെത്തിക്കുമായിരുന്നു. ഏകദേശം എത്ര രൂപ കിട്ടിയിട്ടുണ്ടാവും? ഇവനിപ്പോ 9 ലക്ഷം വരെ സാലറി അവ വാങ്ങിച്ചിട്ടുണ്ട്. 9 ലക്ഷം. അപ്പോൾ വിഷ്ണുവും ശ്രീലക്ഷ്മിയെയും ഇന്റർവ്യൂ നടത്തുന്നതോടൊപ്പം അവരുടെ അമ്മമാരോടും ചോദ്യങ്ങൾ ചോദിച്ച് അതിനകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഷാജൻ സക്രിയ പുറത്തുള്ള ജനങ്ങളിൽ എത്തിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ മുഴുവൻ ഭാഗവും
ഈ മറുനാടൻ ചാനലിൽ തന്നെ കാണുന്നുണ്ട്. ഞാൻ അതിൻ്റെ ചുരുക്കമുള്ള ചില ഭാഗങ്ങളാണ് ഇനിയും കാണിക്കുന്നത്. കാരണം വിഷ്ണുവും ശ്രീലക്ഷ്മിയും അവിടെ വർക്ക് ചെയ്തുകൊണ്ട് ഏകദേശം 6 വർഷം കൊണ്ട് ഇപ്പോൾ 9 ലക്ഷം രൂപയോളം കൈപ്പറ്റിയിട്ടുണ്ടെന്നും വരുന്ന കാലത്ത് വിഷ്ണു എല്ലാം വലിച്ചെറിയുന്ന ദേഷ്യമുള്ള ഒരു സ്വഭാവക്കാരനായിരുന്നു എന്നൊക്കെ വിഷ്ണുവിൻ്റെ അമ്മ പറയുന്നുണ്ട്. 6 വർഷമായി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 5-6 വർഷമായി ഈ എംപവർ സെന്ററിലൂടെ മാജിക് അവതരിപ്പിച്ച് പ്രതിഫലമായി 9 ലക്ഷം രൂപ വിഷ്ണു കൈപ്പറ്റിയിട്ടുണ്ട്. വിഷ്ണു 9 ലക്ഷം രൂപ കൈപ്പറ്റിയിട്ടുണ്ട്. വിഷ്ണുവിന് മാതാപിതാക്കൾക്ക് ഇവിടെ അമ്മ അടക്കം കുടുംബത്തിന് ഇവിടെ വീട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇവിടെ വർക്ക് ചെയ്യുവാണോ? വർക്ക് ജോലിയും ഉണ്ട്. ഇതാണ് വിഷ്ണുവിന്റെ അനുഭവം. വിഷ്ണുവിന് എന്താ പറയാനുള്ളത്? അതിൽ നിന്നെല്ലാം മാറി ഇന്ന് വിഷ്ണു തൻ്റെ ജോലി ചെയ്ത് ശമ്പളം കൈപ്പറ്റുന്ന ഒരു വ്യക്തിയാണെന്നും, അതായത് എല്ലാ മാസവും വിഷ്ണുവിൻ്റെ അക്കൗണ്ടിലേക്ക് മാസം തോറും ഒരു തുക എത്തുന്നുണ്ടെന്നും വിഷ്ണുവിൻ്റെ അമ്മ പറയുന്നുണ്ട്. അതായത് വിഷ്ണുവിൻ്റെ അമ്മ പറയുന്നത് ഏകദേശം 6 വർഷം കൊണ്ട് 9 ലക്ഷം രൂപ കൈപ്പറ്റുകയും അത് കഴിഞ്ഞ് കൊറോണ സമയത്ത് പോലും കിറ്റ് തങ്ങളുടെ വീട്ടിലെത്തിക്കുകയും ചെയ്യുമായിരുന്നു ഈ സ്ഥാപനം എന്നാണ്. അതായത് മുതുകാട് അതുവരെ ചെയ്തു കൊടുത്തിരുന്നു എന്ന് തന്നെയാണ്. ഇനിയും ശ്രീലക്ഷ്മിയുടെ അമ്മയുടെ വാക്കുകളിലേക്കൊന്ന് കടക്കാം. അപ്പോൾ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഈ സമൂഹം കുട്ടികളെ അംഗീകരിക്കുന്നത്? അപ്പോൾ അത് ഞങ്ങൾക്ക് കൂടുതൽ കാരണം പക്ഷേ ഇവിടുത്തെ ഓരോ പുൽക്കൊടി വരെ ഇവരെ കെട്ടിപ്പിടിച്ചു എന്നുള്ളതാണ്, അംഗീകരിച്ചു എന്നുള്ളതാണ്. വളരെ ഹാപ്പിയാണ്. അവർക്ക് ഇവിടെ തന്നെ വരണം എന്നുള്ളത്. അപ്പോൾ ശ്രീലക്ഷ്മിയുടെ അമ്മ പറയുന്നത് കുട്ടി ഇവിടെ വളരെ സന്തോഷത്തിലാണെന്നും അവർക്ക് ഇവിടെ തന്നെ നിൽക്കുന്നതാണ് എപ്പോഴും ഇഷ്ടമെന്നും, അതായത് ഒരു നേരം പോലും വീട്ടിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ഇവിടെ എപ്പോഴും വന്ന് നിൽക്കുന്നതാണ് അവർക്ക് താല്പര്യമെന്നും പറയുന്നു. തന്നെയുമല്ല, വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ ഇവരുടെ അമ്മമാരെയും കൂട്ടത്തിൽ കൊണ്ടുപോകാറുണ്ടെന്നും അങ്ങനെ അവരും പുറം രാജ്യങ്ങളൊക്കെ കണ്ടെന്നും ശ്രീലക്ഷ്മിയുടെ അമ്മ പറയുന്നു. ഇവിടെ ഇല്ലെങ്കിൽ ഒരു ദിവസം ഇല്ലെങ്കിൽ പിന്നെ അവർക്ക് ഭയങ്കര ദേഷ്യമാണ്. അവർക്ക് ഇവിടെ എന്നും നൈറ്റ് പ്ലാന്റിൽ വരണം. ഇവിടെ എന്തൊക്കെ ചെയ്യുന്ന മോള്? അബുദാബി പോയി. അബുദാബി പോയി. പിന്നെയോ? ഞങ്ങളും അമ്മമാരെയും കൊണ്ടുപോയി. ഓ ശരി. അങ്ങനെ കിട്ടി. എല്ലാ സ്ഥലങ്ങളും കണ്ടിട്ടില്ലാത്ത ഞങ്ങളാണ് അബുദാബി വരെ പോയത്. അത് കഴിഞ്ഞ് ശ്രീലക്ഷ്മിയുടെ അമ്മയും ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ ഷാജൻ സക്രിയോട് പറയുന്നുണ്ട്. വേറെ എന്തൊക്കെയാണ് മോള് ഹാപ്പിയാണോ ഇവിടെ? പൈസ ഒക്കെ കിട്ടുന്നുണ്ടോ? അമ്മ കൊണ്ടോ? 9 ലക്ഷം രൂപ. 9 ലക്ഷം രൂപ പറഞ്ഞപ്പോ കൺഗ്രാജുലേഷൻസ്. ഞാനൊക്കെ എത്ര പ്രായം കഴിഞ്ഞിട്ടാ ഈ 9 ലക്ഷം രൂപയൊക്കെ ഒപ്പിച്ചെടുത്തത്. ഭാഗ്യവതി. ഇവിടെ തന്നെ ആവണം ആണോ? വേറെ ഇടത്തേക്കും പോകുന്നില്ല, ഇവിടെ തന്നെ ഉള്ളൂ. സൂപ്പർ. ഇനിയും ഇവിടുത്തെ അഡ്മിഷനെ കുറിച്ചാണ് മറുനാടൻ ചോദിക്കുന്നത്. അതായത് റെക്കമെൻഡേഷൻ കൊണ്ടാണോ? റെക്കമെൻഡേഷൻ വല്ലപ്പോഴാണോ വന്നേ? ഒരു റെക്കമെൻഡേഷൻ. ഇനി ഷാജൻ സക്രിയ ചോദിക്കുന്നത് ഈ മാജിക് പ്ലാനറ്റിലേക്ക് കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടാൻ കാരണം ആരുടെയും റെക്കമെൻഡേഷനോ ശുപാർശയോ വല്ലതും ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നു ഈ കുട്ടികളുടെ അമ്മമാരോട്. അപ്പോൾ അവർ പറയുന്നു ഒരു റെക്കമെൻഡേഷനും ഇല്ല. ഞങ്ങൾ നേരിട്ട് സ്പെഷ്യൽ സ്കൂളിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവന്നു. അവർ ചെയ്യുന്നതനുസരിച്ച് ആ സമയത്തൊന്നും ഞങ്ങളിപ്പോഴത്തെ കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും സ്റ്റാർട്ടിങ്ങിൽ അനുയാത്ര പദ്ധതിയുടെ സമയത്തുണ്ടായിരുന്ന കുട്ടികളാണ് ഇവര്. ഒന്നുമില്ല, സ്കൂൾ അതായത് സ്പെഷ്യൽ സ്കൂളിൽ പഠിച്ച ഇവർ അത് കഴിഞ്ഞ് നേരിട്ട് ഇവിടെ വരികയായിരുന്നെന്നും അങ്ങനെ അഡ്മിഷൻ മേടിക്കുമായിരുന്നെന്നും അല്ലാതെ ആരും റെക്കമെൻഡ് ചെയ്തിട്ടൊന്നുമല്ല ഇവിടെ ആളിനെ എടുത്തത്. അതായത് കുട്ടികളുടെ കഴിവ് നോക്കി മാത്രം മാജിക് പ്ലാനറ്റിൽ അഡ്മിഷൻ കിട്ടുകയായിരുന്നു എന്ന് തന്നെയാണ് ഈ കുട്ടികളുടെ അമ്മമാർ പറയുന്നത്. അപ്പൊ ഇവരിലൂടെയാണ് സാർ പുതിയ കുട്ടികളൊക്കെ ഇവർക്ക് വന്ന മാറ്റത്തിലൂടെയാണ് പുതിയ കുട്ടികൾക്ക്. അപ്പൊ ഇവർക്ക് നല്ല മാറ്റം തന്നെയാണ്. അതിലേറെ മാറ്റമാണ് ഇപ്പോൾ ഈ വരുന്ന 100, 200, 300 കുട്ടികൾ. എല്ലാവർക്കും അതിലേറെ അമ്മമാര്, അച്ഛന്മാര്, അവരുടെ കുടുംബം വളരെയധികം. ആദ്യം ഇവിടെ എത്തിയ കുട്ടികളിൽ ഉള്ളവരായിരുന്നു ശ്രീലക്ഷ്മിയും വിഷ്ണുവും ഒക്കെ. അപ്പം ഇങ്ങനെയുള്ള കുട്ടികളുടെ ഇമ്പ്രൂവ്മെന്റ് കണ്ടാണ് മുതുകാട് ഈ സംരംഭം മുന്നോട്ട് നീങ്ങുവാൻ തന്നെ തീരുമാനിച്ചതെന്നും ശ്രീലക്ഷ്മിയുടെ അമ്മ പറയുന്നുണ്ട്. അപ്പോൾ മറുനാടൻ്റെ മറുചോദ്യം അതല്ലായിരുന്നു. മറുനാടൻ ചോദിക്കുന്നത് ഇപ്പോൾ ഈ സ്ഥാപനത്തിനെക്കുറിച്ചുള്ള പരാതികളൊക്കെ നിങ്ങളും അറിഞ്ഞിട്ടുണ്ടോ, കേൾക്കുന്നുണ്ടോ എന്നാണ്. അപ്പോൾ അവർ പറയുന്നത് ഇതിനെപ്പറ്റി ഇങ്ങനെയുള്ള വാർത്തകൾ ഞങ്ങളിപ്പം എല്ലാ വാർത്തകളും കേൾക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ശ്രീലക്ഷ്മിയുടെ അമ്മ പറയുന്നത്.
എല്ലാം കേട്ടു. അപ്പൊ അതിൽ വളരെയേറെ വിഷമമുണ്ട്. കാരണം നമ്മുടെ കുട്ടികൾക്ക് ഇനി ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് ഉണ്ടായി കഴിഞ്ഞാൽ സാറിന്റെ മനസ്സിൽ തോന്നിയ വലിയ കാര്യം ഇതിലൂടെ ഇനി എന്തൊക്കെയാവും എന്നുള്ള ഒരു വലിയ വിഷമത്തിലാണ് ഞങ്ങൾ ഓരോരുത്തരും. കാരണം എന്തിനാണ് ഇപ്പൊ അവര് ഹാപ്പിയാണ്, അവരൊരു വലിയ സ്വർഗത്തിലാണ് ഇപ്പൊ. അതായത് ശ്രീലക്ഷ്മിയുടെ അമ്മ പറയുന്നത്, ഇങ്ങനെയൊക്കെ പരാതി പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കേട്ട് ഇത്രയും വലിയ മനസ്സോടുകൂടി സാർ ചെയ്യുന്ന ഈ കാര്യങ്ങൾ, അതായത് പ്രൊഫസർ മുതുകാട് ഇപ്പം നടത്തുന്ന ഈ സംരംഭത്തിൻ്റെ ഗതി മുന്നോട്ട് എന്താവും എന്ന മനസ്സിലുള്ള ചിന്ത അവരെ വല്ലാതെ അലട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ തങ്ങളുടെ കുട്ടികൾ ഇവിടെ വളരെ സന്തോഷമായിട്ട് കഴിയുന്നു. അതിന് ബുദ്ധിമുട്ടാകുമോ എന്ന ഭയവും ആ മാതാപിതാക്കൾക്ക് ഉണ്ട് എന്ന് ഇവർ വ്യക്തമായിട്ട് പറയുന്നു. ഇവിടെ ഉണ്ടായിരുന്ന ഒരു അമ്മ തന്നെയാണ് ആ തുടക്കത്തിലെ ഉണ്ടായിരുന്നത്. എന്തായിരിക്കും അവരിങ്ങനെ പേരൊന്നും പറയണ്ട, എന്തുകൊണ്ടായിരിക്കും അവർക്ക് ഇങ്ങനെ ഒരു ഇത്രയും വരാൻ കാരണം എന്തായിരിക്കും? അല്ല, അവർ പറയുന്നുണ്ട്, ഇവിടെ അന്തേവാസിയായിരുന്ന ഒരു കുട്ടിയുടെ അമ്മ തന്നെയാണ് ഇന്ന് ഈ പരാതിക്കാരിയായിട്ട് വന്നിരിക്കുന്നതെന്നും അവരെന്തിനു വേണ്ടിയാണ് ചെയ്തതെന്ന് അറിയില്ലെന്നും ഒക്കെ പറയുന്നു. ഈ പറയും പോലെ ഇപ്പൊ ഒരു 100 കുട്ടികളുണ്ട് അല്ലെങ്കിൽ 200 കുട്ടികളുണ്ടെങ്കിൽ എല്ലാ കുട്ടികളെയും മുമ്പിൽ നിർത്താൻ പറ്റും. നമ്മൾ സ്കൂളിൽ പഠിച്ച് സ്കൂളിൽ നമ്മൾ പഠിക്കുമ്പോഴേ ഒരു കുട്ടിക്ക് ഫസ്റ്റ് ആവാൻ പറ്റും അല്ലെ, ബാക്കിയുള്ളവരെല്ലാവരും അതിനോടൊപ്പം എത്തുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതിന്റെ എന്താണെന്ന് അറിയില്ല. അവർ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഒരിക്കലും അതൊന്നും ഞങ്ങൾ അംഗീകരിക്കില്ല. ഞങ്ങളിവിടെ സ്വർഗത്തിലാണ്. അപ്പോൾ അവർ പറയുന്ന ഒരു വർത്തമാനമുണ്ട്, ഒരു സ്കൂളിൽ ഒരു കുട്ടിയല്ലേ 1ാം സ്ഥാനത്ത് വരത്തുള്ളൂ, എല്ലാ കുട്ടിയും 1ാം സ്ഥാനത്ത് വരത്തില്ലല്ലോ എന്നും, തന്നെയുമല്ല അങ്ങനെ വരാത്തതിൻ്റെ പരിഭവമായിരിക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും പ്രോഗ്രാമിന് പോകുമ്പോൾ അവരുടെ മക്കളെയും കൊണ്ടുപോകാത്തതിലുള്ള പരിഭവമായിരിക്കാം ഒരുപക്ഷെ ഈ പരാതിക്ക് കാരണമെന്നും ശ്രീലക്ഷ്മിയുടെ അമ്മ പറയുന്നു. അപ്പോൾ അതിൻ്റെ ഇച്ചിരി ഭാഗം കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അവര് വെറുതെ പറയണത് അതൊക്കെ സാറിനെ പറ്റി അങ്ങനെ പറയണ അവര് വെറുതെ പറയണേ. നമുക്ക് യാതൊരു നമുക്കറിയില്ല നമ്മളെ സാറിനെ പറ്റി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ മുഴുവൻ ഭാഗവും കാണുവാൻ വേണ്ടി ഷാജൻ സക്രിയയുടെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അവിടെ പോയാൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയുടെ ബാക്കി ഭാഗവും ഷാജൻ സക്രിയ പ്രൊഫസർ ഗോപിനാഥ് മുതുകാടിനോട് നേരിട്ട് സംസാരിക്കുന്നതുമായ വീഡിയോ അടുത്ത ദിവസങ്ങളിൽ കാണാൻ പറ്റുമെന്ന വിശ്വാസത്തോടെ ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.